അവിശ്വസനീയമായ കഥ, ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ, നാടകീയമായ സംഭാഷണങ്ങൾ എല്ലാം കൂടി ഒന്നോ രണ്ടോ മിനിറ്റുള്ള നമ്മുടെ ഫോണിലെ കുത്തനെയുള്ള സ്ക്രീനിൽ കാണാൻ പാകത്തിലുള്ള വീഡിയോകളാക്കി മാറ്റിയാലോ? അതാണ് മൈക്രോ ഡ്രാമ. ടിക്ടോക്കിന്റെ ലോകത്ത് ജനിച്ച് ഇപ്പോൾ ലോകമെമ്പാടും ഒരു പുതിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിനോദ മാർഗം. നമ്മുടെ പഴയ സീരിയലുകളുടെ ഒരു സ്പീഡ് കൂടിയ അഡാർ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ മണിക്കൂറിലുമല്ല, ഓരോ മിനിറ്റിലും ഇവിടെ ട്വിസ്റ്റുകൾ വരും. എന്താണ് ഈ മൈക്രോ ഡ്രാമകളുടെ പിന്നിലെ രഹസ്യം? ഏതാണ്ട് $7 ബില്യൺ ഈ വ്യവസായത്തിന് ഹോളിവുഡിനെയും നെറ്റ്ഫ്ലിക്സിനെയും വെല്ലുവിളിക്കാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. ഈ കഥ തുടങ്ങുന്നത് ചൈനയിലാണ്. ഏകദേശം 2018 ടിക്ടോക്ക് ഉണ്ടാക്കിയ ഷോർട്ട് വീഡിയോ തരംഗം മുതലെടുക്കാൻ ചൈനയിലെ പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തിയ വഴിയായിരുന്നു ഇത്. ആളുകളുടെ ശ്രദ്ധ പതിയെ പതിയെ വലിയ സ്ക്രീനിൽ നിന്ന് ചെറിയ സ്ക്രീനിലേക്ക് മാറുന്നത് അവർ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് വീട്ടിലുള്ള ആളുകൾക്ക് സമയം കളയാൻ കിട്ടിയ എളുപ്പ വഴിയായി ഇത് മാറി. 1-2 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ കുട്ടി സിനിമകൾ ബസ് കാത്തു നിൽക്കുമ്പോഴോ ചായ കുടിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും കാണാം. ഇവിടെ വലിയ താരങ്ങളോ കോടികളുടെ സെറ്റുകളോ ഒന്നുമല്ല പ്രധാനം. ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ് കാര്യം. കഥയുടെ ഏറ്റവും നാടകീയമായ ഭാഗത്ത് നിന്നാണ് പലപ്പോഴും ഇത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്നയാൾക്ക് വലിയ തല പുകയ്ക്കേണ്ട കാര്യമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും കാണാൻ തുടങ്ങും. കോടീശ്വരന്മാരുടെ പ്രണയം, വാമ്പയർ കഥകൾ, പ്രതികാരം, നമ്മുടെ പഴയ പൈങ്കിളി കഥകളുടെ ഒരു പുതിയ വേർഷൻ. നിർമ്മാതാക്കൾക്ക് ഇതൊരു ചാകരയാണ്. കുറഞ്ഞ ചെലവ്, കുറഞ്ഞ സമയം, വലിയ ലാഭം. ഒരു സാധാരണ സിനിമയെടുക്കാൻ 1.5 വർഷം വരെ എടുക്കുമ്പോൾ ഒരു മൈക്രോ ഡ്രാമ വെറും 2 മാസം കൊണ്ട് ഷൂട്ട് ചെയ്ത് പുറത്തിറക്കാം. പ്രമുഖ ആപ്പുകൾ ഒരു മാസം 10ഓളം പുതിയ ഷോകളാണ് പുറത്തിറക്കുന്നത്. അതായത് ഒരു വർഷം 100-ലധികം ഒറിജിനൽ സിനിമകൾ. ഈ ബിസിനസ് മോഡേൺ ചൈനയിൽ വൻ വിജയമായി. 2024 ചൈനയിലെ മൈക്രോ ഡ്രാമ വിപണി അവരുടെ സിനിമാ വ്യവസായത്തിന്റെ ബോക്സ് ഓഫീസ് വരുമാനത്തെക്കാൾ വലുതായി മാറി. ചൈനയിൽ വിജയിച്ചതോടെ അടുത്ത ലക്ഷ്യം അമേരിക്കയായിരുന്നു. ഹോളിവുഡ് സിനിമകൾ കണ്ടു ശീലിച്ച അമേരിക്കൻ പ്രേക്ഷകർക്കിടയിൽ ഇത് വിജയിച്ചാൽ ലോകത്ത് എവിടെയും വിജയിക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ തെറ്റിയില്ല. 2025 ആയപ്പോഴേക്കും അമേരിക്കയിൽ ഈ ആപ്പുകളുടെ ഡൗൺലോഡ് 150% വർദ്ധിച്ചു. വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ന് ലോകത്ത് 1-ാം സ്ഥാനത്ത് അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും: ഇത് നെറ്റ്ഫ്ലിക്സിനും ഹോളിവുഡിനും ഒരു ഭീഷണിയാണോ? വിദഗ്ധർ പറയുന്നത് തൽക്കാലം ഇല്ല എന്നാണ്. കാരണം രണ്ടിന്റെയും ലക്ഷ്യം രണ്ടാണ്. ഒരു സിനിമയോ സീരീസോ നമ്മൾ കാണുന്നത് അതിന്റെ കഥയ്ക്കും അഭിനയത്തിനും മേക്കിങ്ങിനും വേണ്ടിയാണ്. എന്നാൽ മൈക്രോ ഡ്രാമകൾ വെറും ഒരു നേരം പോക്കാണ്. ഇതിനെ നമുക്ക് നമ്മുടെ തട്ടുകടയിലെ ഫുഡും 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡും പോലെ ഉപമിക്കാം. രണ്ടിനും അതിൻ്റെതായ ഉപഭോക്താക്കളുണ്ട്. ഒന്നൊന്നിന് പകരമാകുന്നില്ല. എന്നാൽ മൈക്രോ ഡ്രാമകൾ ശരിക്കും വെല്ലുവിളി ഉയർത്തുന്നത് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കാണ്. കാരണം ആളുകളുടെ ശ്രദ്ധയും സമയവുമാണ് ഇവിടുത്തെ കളി. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നുകിൽ പൂച്ചക്കുട്ടിയുടെ വീഡിയോ കാണും, അല്ലെങ്കിൽ ഒരു മൈക്രോ ഡ്രാമ കാണും. രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ചുരുക്കത്തിൽ മൈക്രോ ഡ്രാമകൾ ഒരു പുതിയ വിനോദ സംസ്കാരം സൃഷ്ടിക്കുകയാണ്. ഇത് നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഭീമന്മാരെ പോലും തങ്ങളുടെ രീതിയിൽ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. വലിയ സിനിമകൾ കാണാൻ സമയമില്ലാത്ത പ്രേക്ഷകരെ ആകർഷിക്കാൻ അവരും ഒരു പക്ഷേ ഭാവിയിൽ ഇത്തരം ചെറിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിഞ്ഞേക്കാം. ടെലിവിഷൻ മരിക്കുന്നില്ല, അതിന്റെ രൂപം മാറുകയാണ്. അത് വലിയ സ്ക്രീനിൽ നിന്ന് നമ്മുടെ കൈവെള്ളയിലുള്ള ചെറിയ കുത്തനെയുള്ള സ്ക്രീനുകളിലേക്ക് ചേക്കേറുന്നു. ആളുകൾ എങ്ങോട്ട് നീങ്ങുന്നുവോ വിനോദ വ്യവസായത്തിനും അങ്ങോട്ട് നീങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ അവർ കാലഹരണപ്പെട്ടു പോകും. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ ഫോണിൽ ഒരു മിന്നായം പോലെ ഒരു കോടീശ്വരന്റെയോ വാമ്പയറിന്റെയോ കഥ വരുമ്പോൾ ഓർക്കുക, അതൊരു പുതിയ ലോകത്തിന്റെ തുടക്കമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.